അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് മിണ്ടാൻ പറ്റില്ല. അപ്പം ഫ്ലൈറ്റിലാണ് അവരല്ലേ റാപ്പിഡ് അവിടെ വന്നിട്ട് എപ്രാസ്യന്മാരെ അവിടെ പള്ളി കയറി ഇവർ രണ്ടുപേരും. അപ്പൊ അവൻ പറയും ഇപ്പൊ ഫ്ലൈറ്റിലാണ് തമ്പരാനോട് പറയാ, രണ്ട് നമുക്ക് വല്ലതും പറ്റുമോ കാത്ത് രക്ഷിക്കാനായിട്ട്. അവരൊരു 3:30 കയറിയ 12:00 എത്തുക. അങ്ങനെ അവര് പോയി. ഇനിയിപ്പൊ താഴെ സിനിമ സിനിമ കാണണമാരുള്ളൂന്ന് ഇവർക്ക്. വീടുകൂടൊക്കെ ഇതൊക്കെ പൊളിച്ചോ എന്തൊക്കെ ചെയ്ത നല്ല ടിപ്പായില്ല. ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ അത് ഇവിടെ ഒരു റൂമായിരുന്നു, അവിടെ ഒരു മറുണ്ടായിരുന്നു, അതിവിടെ കൂട്ടിയിട്ടു. അപ്പൊ വാർത്തയുടെ ഉള്ളിൽ ഒറ്റ വാർപ്പുണ്ട്. വാർത്ത അപ്പൊ കോണി ഇത് വെച്ചിട്ട് കോണിക്ക് സ്റ്റെപ്പ് കിട്ടിയില്ല. ഇവിടെ അവിടെ ശീലാക്കി വീണിട്ടു. അപ്പൊ അവർക്കൊരു ബാൽക്കണിക്കുള്ള സ്ഥലം നമുക്ക് നീട്ടിക്കാൻ കിട്ടി. അങ്ങനെയല്ലേ ഉണ്ടാക്കിയത്. പണ്ടത്തെ വീട് ഞാൻ കണ്ടിട്ടുള്ളേ. ഇപ്പൊ എങ്ങനെ ഇതൊക്കെ ഇത്രയും മോഡിഫൈ ചെയ്യാൻ പറ്റും? ഇത് 95 പണ്ട് കഴിഞ്ഞു, അതിനുശേഷം വന്നിട്ടില്ല അല്ലേ? അതിൽ നമ്മള് വിളിക്കല് ചേച്ചി ആയോ ആയോ ആയോ. പിന്നെ നോക്കുമ്പോ അവിടുന്ന് പോരാ ആശുപത്രിയല്ലേ വിഷമം. പിന്നെ അപ്പോഴേക്കും ഞാൻ സ്ഥിരം അതെ തണ്ടില്. പിന്നെ ഞാൻ അങ്ങോട്ട് മാറി. പിന്നെ അവിടെ ആരാധനയിലെല്ലാരും അപ്പൊ ഇപ്പോഴും തമ്പുരാൻ തിരുമനസായി സമയം എല്ലാറ്റിനും ഓരോ നേരമുണ്ട്. അല്ലാതെ ഇപ്പൊ 5 കൊല്ലം പുറപ്പെട്ടത് നമ്മള് ജോസഫിലെ. പിന്നെ നാള് വന്നില്ല നിങ്ങള് എല്ലാവരും കൂടി. ഞാൻ പറയേ നാളെ എന്റെ അഞ്ചിപ്പിക്കുന്ന കാര്യം വലിയപ്പന്റെ മോളെ വലിയമാരെ മോളെന്ന് പറഞ്ഞാലും ഞങ്ങൾ സ്വന്തമാണ് ഒന്ന് പോട്ടേന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഹോം മിഷൻ തുടങ്ങണമെന്ന്. അതായത് സിസ്റ്റർമാരെ ഓരോ വീടുകളിലും പോയിട്ട് പ്രശ്നങ്ങൾ. അപ്പൊ സിസ്റ്റർമാര് വേറെ മടത്തിന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാർ പറയുമോ? അവിടെ നിന്നോട് ഞാൻ പറയണമാരെ എല്ലാം അത്രയും സിസ്റ്റർമാരാകുമ്പോ പറയും. അച്ഛന്മാരോട് പറയാത്ത പ്രശ്നം. അച്ഛന്മാരുടെ കൂടുതൽ പറയണം. അല്ല എന്തെങ്കിലൊക്കെ അവർ പറയവര് വല്ലാണ്ട് വിഷമമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റ്. ഞാനില്ലേ ശരി പറയുന്നത് ഞാൻ വെക്കൂ. എപ്പോഴും നീ പറഞ്ഞ് തള്ളില്ല, ഞാനിത് നീ പറഞ്ഞ് അടുക്കും. കാരണം അങ്ങനെയാണ് അച്ഛന്മാരാകുമ്പോ അവർ കുമ്പസാരം പോലെ. പിന്നെ ഒരു കാര്യം അച്ഛന്മാരും സിസ്റ്റർമാര് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഉള്ളിൽ എനിക്കില്ല. എത്ര പെണ്ണ് എന്ന് പറഞ്ഞാല് അങ്ങനെ അതിന്റെ കാര്യം അച്ഛന്മാർക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിലാണ് വെറുതെ എന്ന് വർത്താനം പറയില്ലല്ലോ. എല്ലാവർക്കും ചെല്ലും, എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങും. പക്ഷെ അവർക്ക് ഒരു ഇടവേള എത്തിനാലും ഉണ്ടാവുള്ളൂ. അത് സമയം കിട്ടില്ല. അപ്പൊ ഈ ഇടവകം മുഴുവൻ ഓർമ്മ കഴിക്കുക. അതിപ്പോ അവിടുത്തെ കന്യാസ്ത്രീകൾ വരുന്നുണ്ട്. അവിടെ ഒരു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡീസൻ്റ് ആയിട്ടില്ല നിൽക്കുള്ളൂ. എല്ലാ പ്രശ്നമില്ല. ഉള്ളിൻ്റെ മരവും ചെറുതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ല പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. പണ്ടത്തെ പോലെ ആവില്ല. ഈ കൗൺസിലിങ്ങൊക്കെ നടത്തണില്ലേ ഓരോ ധ്യാനങ്ങളിൽ കൂടിയിട്ട്. അങ്ങനത്തെ വ്യത്യാസം വരും. പക്ഷെ ഒരു പോക്കൊണ്ടൊന്നും പെട്ടെന്ന് ധ്യാനത്തിന് പുതിയത് എടുക്കുമ്പോഴേ ചില കുടുംബ ചെത്തുമ്പോൾ പോയില്ല. അത് ഞാൻ പറയുകയാണ്. ഇത് അത്രയൊന്നും തന്നെ നോക്കിയിട്ടില്ലേ ബാക്കി. ഇന്നലെ അവരെ യാത്രയല്ലേ അപ്പൊ കേടുവരില്ല. ഇന്നലെ അവര് പോയോട് കൂടി ഒരു ഒഴിവായിരുന്നു. മറ്റേത് ശരിയാണത്. അവർക്കൊരു പരിചയമില്ല. പിന്നെ നമ്മളൊക്കെ അതിനെപ്പോഴും എടുത്തോണ്ടിരിക്കണം ഒരാൾ. നീര് പിടിച്ച പനി യാത്രയല്ലേ. 1 വയസ്സ് അതിന് 2 വയസ്സ്. നമ്മുടെ റാപ്പിളിന്റെ ഒപ്പം കളിക്കാവേ. അവൻ കളിക്കാൻ സൈസിലുണ്ട്.
റാഫേലിന്റെ അത്ര വലിപ്പില്ലവൻ. പ്രായം അത്രയില്ലല്ലോ. റാഫേലിനെ വലിപ്പുണ്ട്. അതായത് റാഫേലിന് അവൻ 2 വയസ്സ് കൂടുതലല്ലേ, അപ്പൊ വ്യത്യാസം കാണിക്കും. അല്ലെങ്കിൽ അവൻ റാഫേല് ചെറുപ്പത്തിലും ഇളനീളുണ്ട്. പിന്നെ കൃഷ്ണനല്ല കൃഷ്ണനല്ല, ആകെ കൈകാലൊക്കെ നീട്ടുണ്ട്. അല്ല പിന്നെ നല്ല സുന്ദരക്കിടാവ്. അവളെ കണ്ടാ അവള് സുന്ദരിയല്ലേ? അവളെ കണ്ടത് മരിയത്ത് നല്ല മൂക്കവും അന്ന് കണ്ടെങ്കിലും പിന്നെ എനിക്കത് ബോധത്തിലില്ല, പിന്നെ അധികം കാണുന്നില്ല അവളെ. നല്ല മുഖം, നല്ല മുഖം, നല്ല ഭംഗി വെച്ചു. കിടാവ് നല്ല നിറം കേട്ടാ. പിന്നെ പാരമ്പര്യം നോക്കിയാലും കൊച്ചു റേറ്റ് എന്താ അല്ല അപ്പനമ്മയും അമ്മാമയും അപ്പൊ അതിനെത്തിരി കുറവുള്ളൂ. അപ്പൊ അവന് നല്ല മുഖല്ലേ. അമ്മൊക്കെ പറയുന്നു. അതെ, അപ്പൊ അവന് നല്ല മുഖം ആണുങ്ങൾക്ക് നിറം മതിയെന്നെ. അതന്നെ അത്ര ഇരുട്ടെന്നല്ല തനി കപ്പാകുമ്പോഴുള്ള ഇവരൊക്കെ പിന്നെ നിറണ്ട്. ഇവർക്ക് എന്ത് നിറയുന്നു? കുട്ടി നിറം പോയില്ല. എന്റെ ജസ്റ്റ് എന്ത് നിറമായിരുന്നു, എന്ത് രസമായിരുന്നു അവരാണ്. ഇപ്പൊ കണ്ടാലും മദ്രാസിലെ പുളിക്കാറ്റും. ഇപ്പൊ അവൻ ഇവന്റ് നിറവില്ല. 4 ദിവസം കൂടെ വീട്ടിലൊന്നും മദ്രാസിൽ നിന്നൊക്കെ കറക്കുള്ളൂ. നമ്മുടെ പൗളിയിലെ കിടാങ്ങളൊക്കെ അവള് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് തലേദിവസം വന്ന് പിറ്റേദിവസം പോയി. അവളുടെ വിശേഷം എങ്ങനെയാണ്? അവളുടെ വിശേഷം അവള് വന്നെന്ന് എന്റെ വീട്ടിൽ വന്നു കേൾക്കും. അല്ല ഇനിയിപ്പൊ ക്രാവ് വയ്യാത്ത കുട്ടി. അല്ല, അവിടെ ഒരു പണിക്കാരത്തിണ്ട്. ആ പണിക്കാരത്തി അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് താമസിക്കുന്നുണ്ട്. അവിടുത്തെ വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഞായറാഴ്ച പള്ളിയിലേക്ക് ഒരു കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും വരാൻ വേണ്ടിട്ട്. 500 രൂപ കൊടുക്കും. അപ്പൊ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട്, ട്രിപ്പിളിക്കുന്ന. ആ പള്ളിയിലേക്ക് പോയി കുർബാന കണ്ട് നേരെ ആ കാറുകാരൻ തന്നെ അവരപ്പുറത്ത് ബീച്ചിലേക്ക് പോകും, ഒരു എന്റർടൈൻമെന്റ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് 4-5 മണിക്കൂർ ബീച്ചിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിൽ ഒരു 5-8 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ അവർക്ക് കാർ വാടക അടക്കം ഒരു എമൗണ്ട് കൊടുക്കുക 600 രൂപ. വേണ്ടതുണ്ടല്ലോ, കാശ് വേണ്ടതല്ലേ. കുന്നുകൂടി ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിട്ട് 4-ാം തീയതി ഒരുങ്ങ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്റെ അമ്മ സംഘത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നമാരെ ശുശ്രൂഷിക്കേണ്ടി വരും എന്ന് കണക്കാണ്. ഒരു രോഗി ആണെന്ന് പറഞ്ഞാലേ രോഗിയല്ല. ഇടയ്ക്ക് ഫിക്സൺ എന്ന് പറഞ്ഞാൽ കേടെന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ രൂപത്തിലേക്കാണ് മുഴുവൻ. അതുമല്ല മരുന്നൊക്കെ ചെയ്ത് ഒരു വിധം കണ്ടീഷനൊക്കെ ആയിട്ടുണ്ട്. ഡോക്ടർ വന്ന് വരാൻ കഴിയുന്നതിനോട് കുഴപ്പമില്ല എന്നാണ്. ഫിക്സുള്ള പെണ്ണുകൾ പെറുന്നുണ്ട്. എന്റെ പാവത്തിന്റെ അമ്മായി വിളിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ശാരദ ടീച്ചറുടെ ചേട്ടന്റെ മോളായിരുന്നു ശാരദ പറഞ്ഞുണ്ട്. അത് ഇവിടെ ഒരു ഇവിടെ അമർത്തണം. എന്നിട്ട് ആ നേരത്തും അത് എന്താവും എന്നാലോചിച്ചിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞ കേട്ടിട്ടുണ്ട് ലീല നേഴ്സ്. അപ്പൊ അത്രയും വിഷമപ്പെട്ട സന്ദർഭങ്ങളിലും ഫിക്സ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ അന്നത്തെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. കല്യാണം നടക്കണമെങ്കിൽ കല്യാണം നടത്തിക്കോ, അതിനൊന്നും ഈ കുട്ടിക്ക് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയസ്സ് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കാരണം അവർക്കൊരു 35-നും 30-നും കിട്ടുക ഒരു തലമുറേനെ കിട്ടുന്നതാണ്. അവർക്ക് പ്രായം കൊടുക്കുന്നതിനെ കിട്ടുന്ന വിചാരമുണ്ട്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇടയിൽ ഉണ്ടെങ്കിൽ മോദലിനെ നോക്കുന്നില്ല. മുതലൊന്നും വേണ്ട. മോദലല്ല, മനസ്സിലാവണം. ഒരു അത്യാവശ്യം കാര്യങ്ങൾ മോദലുണ്ടായി കൊണ്ടുപോയി കഴിവ് കുട്ടിയിൽ അത്ര മാത്രം കുടുംബം നോക്കണമെങ്കിൽ അമ്മമാർ മാത്രമല്ല. പിന്നെയുള്ളവര് ഒക്കെ ഒരിക്കൽ പഠിക്കുന്നതാണ്. ഒരച്ഛനുണ്ട്, ഇവരുടെ താഴെ ഒരച്ഛനുണ്ട്. അഡ്രസ്സിൽ വേണ്ട സ്വത്ത് അനവാദിയുണ്ട്. കാശിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. കൊണ്ടുനടക്കാൻ പറ്റിയൊരു. അതെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോ 2-3 ആൾക്കാർ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആൾക്കാർ നമ്മളെ ഇറങ്ങി അന്വേഷിക്കാണ്ട് നമ്മൾ ഈ പേടിച്ചാൽ അവിടെ നിന്ന് വേണ്ടി ഇവിടെ നിന്ന് വേണ്ടിയിട്ടുണ്ടാവും. പറഞ്ഞിട്ട് നോക്കിയപ്പോ നിങ്ങൾ നേരത്തെ പുറത്തിരുന്നേ പ്രായം അവനെ കാത്തിട്ട് കിടന്നു. അയ്യോ ആരെങ്കിലും അത് ഞാനിപ്പത് എങ്ങനെ പറയാ. അതന്നെയാ പെണ്ണുങ്ങളുള്ള കുറ്റം. പെണ്ണുങ്ങൾ പഠിക്കുന്നവരാണ് ടീച്ചർമാരും നല്ല ജോലിക്കാരൊക്കെ നമ്മുടെ സംഘത്തിലുള്ളവര്.
അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവരന്വേഷിക്കാൻ എങ്ങനെയാ വലിയ കുടുംബങ്ങളൊക്കെ നോക്കിയാല് വലിയ കുടുംബങ്ങളെ നോക്കിയാൽ ഇപ്പില്ല, അതെ വലിയതൊന്നും വേണ്ട, ശരിയാവില്ല, അവര് ശുശ്രൂഷിക്കില്ല പറ്റുന്നവർ. അവരൊന്നും വലിയ കുടുംബങ്ങൾ രോഗികളുള്ള പെണ്ണുങ്ങൾ ഇപ്പോൾ സൂപ്പറുള്ള പറ്റാത്ത പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന് പറ്റാത്തവരൊക്കെ ഉണ്ടായിണ്ടാവും. പക്ഷെ അത് ശരിയാവില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പണമില്ലാത്ത വീട്ടിൽ നിന്ന്, കഷ്ടപ്പാടുള്ള വീട്ടിൽ നിന്ന് നല്ലൊരു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിനെ ഭംഗിയായിട്ട് ശുശ്രൂഷിച്ച് നോക്കി ജീവിക്കണം. ശുശ്രൂഷ വേണം, എല്ലാ കാര്യങ്ങളും നോക്കണം, ജീവിക്കുകയും വേണം. അപ്പോൾ അതിന് പറ്റിയ ഒരു കുട്ടീനെ കിട്ടാനാണ് ഞങ്ങൾ പണമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി പണമില്ലാത്ത വീട്ടിൽ കെട്ടിക്കാനും പാവില്ലാണ്ട് നിൽക്കണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ഞങ്ങൾ ഒന്നും കൊടുക്കണം, എത്ര വേണമെങ്കിൽ ഒക്കെ ഞങ്ങൾ പണിതിപ്പോളാം. അപ്പൊ ഞങ്ങള് ഗ്യാരണ്ടി ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ ഗ്യാരണ്ടി, ചെക്കൻ്റെ കുടുംബക്കാർ ഞാനല്ല, ഞാൻ അന്വേഷിച്ച് നിങ്ങൾക്ക് കാട്ടിത്തരും. പിന്നെ ഞാൻ അതിലേക്കൊന്നുമില്ല, നിങ്ങൾ പോയി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. ഞാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്റെ അടുത്തേക്കൊന്നും വരണ്ട. ഞാൻ കാട്ടി തന്നു പിന്നെ കച്ചവടം മുഴുവൻ നിങ്ങൾ, പിന്നെ എന്ത് നന്മയുണ്ടായാലും നിങ്ങൾ, തിന്മയുണ്ടായാലും നിങ്ങൾ, അതിലേക്ക് ഞാനില്ല. എന്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ വേണോട്ടോ, അല്ലെങ്കിൽ കൊച്ചുമേജ് ആ ചേച്ചിയെ പറ്റിച്ചെന്ന് പറയും. അതിന് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ നടത്താൻ, അതൊരിക്കലും വേണ്ട. പൂർണ്ണ പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരു ബ്രോക്കർ പറഞ്ഞ മാല കണക്കാക്കിയാൽ മതി, പക്ഷെ എനിക്ക് കാശും തരണ്ട. ബ്രോക്കർ ഞാൻ കാട്ടി തന്നു മാത്രം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എടുത്തോളാം. അപ്പൊ അവര് 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിൽ നിന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ നടക്കാലോ എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു. എന്റെ സ്വഭാവമില്ല ചിലപ്പോ എന്റെ അനിയത്തികൾക്ക്, അവരുടെ സ്വഭാവമില്ല എനിക്ക്, എന്റെ സ്വഭാവമില്ല നിങ്ങളുടെ, മനുഷ്യരുടെ എല്ലാവരും പ്രത്യേക സ്വഭാവമാണ്. അപ്പൊ അതൊക്കെ കണക്കാക്കിയിട്ട് എന്തിനേയും നേരിടാവുന്ന ഇത് കഴിക്കാം, നന്നാക്കി അത് കഴുകണം, ഇതും കഴുകണം. ഇത് മതിയില്ലേ വേണ്ട പറഞ്ഞത്? ഇഞ്ചി സവോള മതിയാ? പോരാ. എന്നിട്ടാ വെക്കണേ? കോഴി സവോള ഇട്ട് വാട്ടിയിട്ടല്ലേ വെക്കുക? സവോള ഇഞ്ചി അത് മതിയില്ലേ? അങ്ങനെ പറഞ്ഞു വിട്ടുണ്ട് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ പള്ളി പോയിട്ടില്ലെന്ന് ഞാൻ ഇന്ന് കഴിഞ്ഞാല് 3 ദിവസം വരെ അമ്മ ലീജിയൻ ഓഫ് മേരി, അമ്മയല്ല ലീജിയൻ ഓഫ് മേരി അതിലുണ്ട് ഞാൻ. പിന്നെ ഫ്രാൻസിസ്കൻ സഭ പട്ടണമൊക്കെ പൊക്കോ. അതില് എനിക്കെന്തൊരു പണി, നേരം മണക്കായിട്ട് പള്ളി പോവാ. അത് മീറ്റിങ്ങും കാര്യങ്ങളും അതിന് വേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ വരുമ്പോ അവിടെ അവള് ശരിയാക്കി വെച്ചിട്ടുണ്ടോ? റെഡിയുണ്ടാവും. അമ്മ ഞാൻ വരണ കണ്ടാ വന്ന് കഞ്ഞി എത്തിക്കും, അല്ലെങ്കിൽ പൂട്ടാ അങ്ങനെ ദോശ എന്താണെങ്കിൽ അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ചായ മേശമ വെച്ചിട്ടുണ്ട് അമ്മയെന്ന് പറയും. ഞാനത് പോയി അത് കഴിച്ചു. പിന്നെ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല. മരുന്ന് കഴിച്ചു അമ്മ? ഇല്ല, ആ മറക്കണ്ട, അത് ഓർമ്മ കൊടുത്തു. അല്ലെങ്കിൽ മറന്നു. അപ്പൊ അത് ഓർമ്മ കൊടുത്തു. ഞാനത് പോയിട്ട് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ വെള്ളം കൊടുന്നിട്ട് തരും. ചൂടുള്ള തിളപ്പിച്ചാറിയുള്ള ഫ്ലാസ്കിലുണ്ട്. അല്ലെങ്കിൽ അവള് വല്ല കലക്കാനോ വല്ലേക്കും പോയൊക്കെ ആണെങ്കിൽ ഫ്ലാസ്കിന്റെ അടുത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. ഫ്ലാസ്കിൽ നിന്ന് തിളച്ച വെള്ളം എടുത്ത് പിന്നെ നിനക്ക് റെസ്റ്റ് ചെയ്യാ. അത് കഴിഞ്ഞാൽ ഞാൻ പേപ്പർ വായിക്കും. പേപ്പർ വായിച്ചോ? ആശ്വാസം കിട്ടിയത്. പേപ്പർ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സീരിയല് വൈകുന്നേരം വല്ല കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സീരിയൽ കാണാൻ എനിക്ക് ടിവിയില് ഷാരോമില് നല്ല പരിപാടി അതിലും രസമുള്ള കഥ ഉണ്ടാവില്ലേ? അല്ല, ഒരു നേരം പോക്ക് ആയിക്കോട്ടെ. കുറച്ചു നേരം അത് കാണും, നല്ല തമാശയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റ് ഉണ്ട്. ഏഷ്യാനെറ്റിൽ വെച്ചാൽ നല്ല കോമഡി തമാശകൾ, നല്ല നേരം പോക്കുള്ള തമാശ, രാഷ്ട്രീയ തമാശകള്, പെണ്ണുങ്ങളുടെ കല്യാണ ബ്രോക്കർമാര്, മറ്റൊരു മനസ്സിലാകുന്ന വീടുകളുടെ തമാശകള്. അത് കുറച്ചു നേരം 1 മണിക്കൂർ അത് വെക്കും. അപ്പോഴേക്കും മണിയൊരു 12 ആകുമ്പോഴേക്കും ചായ കൊണ്ടുവരും. അപ്പൊ 11 ചായ വരും. അങ്ങനെ ഒരു കുടുംബം സമാധാനത്തിൽ ചായ കുടിക്കും. ആ ചായ കുടിച്ച് അവിടെ ഇരുന്ന് മൂത്രമുള്ളതൊക്കെ പോയി വന്ന് ഇരുന്ന് അമ്മരഞ്ഞിപ്പോ വല്ല ഗുളികളോ ഇല്ല ഒക്കെ കഴിച്ചു. ഒറ്റയ്ക്ക് വല്ല ഗുളിക കഴിക്കുകയാണെങ്കിൽ അന്ന് അപ്പൊ അത് കഴിക്കും. ഇപ്പൊ അത് കഴിച്ചു. പിന്നെ വിറ്റാമിനുകൾ ഉള്ള ഗുളികയുണ്ട്, അത് വെച്ചിട്ടൊക്കെ എന്റെ ചെപ്പിൽ വെച്ചിട്ട് പോകണമെന്നുണ്ട്. അല്ല, പിന്നെ അവള് ഓർപ്പിക്കാനുണ്ടല്ലോ. ഇത് കഴിച്ചോ അപ്പൊ എന്തെങ്കിലും കഴിച്ചപ്പോ അത് കഴിച്ചോ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ വന്നിരിപ്പായി. അല്ല, ഇപ്പൊ എന്നെ വന്നിരുന്നാല് പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കഴിഞ്ഞ പിന്നെ അവിടെ നിങ്ങളുടെ പാട്ടാ
പിന്നെ ഉച്ച വേണ്ടേ 12 ചായ കുടി കഴിഞ്ഞാ പിന്നെ ഇരുന്നു. പിന്നെ 12:30 1 മണി 1:30 ആവുമ്പോളെ 1 മണി ഒന്നൊന്നുമില്ല. പിന്നെ പിന്നെ പാട്ടാണ്. പിന്നെ പാട്ട് എന്തൊരു നല്ല പഴയ പാട്ടുകള്. അതായത് തമ്പുരാന്റെ പാട്ടുകൾ. അമ്പരാന്റെ അല്ല, സിനിമയുടെ. ചോദിച്ചു എന്ത് സംസാരിച്ചാൽ തമ്പുരാന്റെ കണ്ടുപിടുത്തം അല്ല, കുറച്ചത് കേൾക്കണോട്ടോ. അപ്പടി സിനിമ കണ്ടതിന് പോരാ. ഇതില് സിനിമയിലത്തെ പാട്ട് തമ്പുരാന്റെ പാട്ടുകളുണ്ട്. അതന്നെ പറയണത്. തമ്പുരാന്റെ പാട്ടുണ്ട്. അത് വല്ലപ്പോഴും ഒരു പാട്ട്. അതെങ്ങനെയാ പഴയ പാട്ടുകൾ, ഈ ചക്കനും പെണ്ണിന്റെ അങ്ങനത്തെ പാട്ടുകളല്ല. അതല്ലാണ്ട് നല്ല പാട്ടുകൾ, ശോക ഗാനങ്ങള്, സന്തോഷ ഗാനങ്ങള്, ഇതുപോലത്തെ ഗാനങ്ങളുണ്ട്. അങ്ങനത്തെ ഗാനങ്ങൾ പ്രത്യേകം തിരിച്ചെഴുതിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഗാനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഭക്തിഗാനം പറഞ്ഞത്. CTV കിട്ടുന്നത്. CTV കാലത്ത് കിട്ടും. അത് ഒരു 8:30 വെച്ചാൽ ഒരു അരമണിക്കൂർ അത് കിട്ടും. ഏത് ഭക്തിഗാനം? പിന്നെ ഒരു 9-9:30 നാഷണലിന്റെ. ഇപ്പൊ അധികം ചിന്തിക്കാനും പറ്റില്ല. എനിക്ക് പറ്റണത് അതൊന്നും പറ്റില്ല. എനിക്ക് തലപ്പോൾ ഫ്രഷ് ആയിട്ടിരുന്നു. അപ്പൊ അതിനായി വെച്ചാല് പഴയ ദൂരദർശനില് 9 തൊട്ട് 9:30 തൊട്ട് 10 വരെ അതില് നല്ല അടിപൊളി പഴയ സിനിമകളിലൊക്കെ നമ്മുടെ ജീവിതം. പഴയ സിനിമയൊക്കെ നല്ലത്. ജയന്റെ അല്ല, നസീർ സത്യം. അത് നീലക്കുയില് 60കളിൽ നീലക്കുയിലിട്ട അതാ സിനിമകളൊക്കെ. അത് രാഘവൻ മാഷയുടെ, പി ഭാസ്കറിന്റെ, അങ്ങനെയുള്ള ആൾക്കാരുടെ നെല്ല് സിനിമ. പിന്നെ ആശാ ഭോൺസലെ പാടിയത്, ലതാ മങ്കേഷ്കർ പാടിയതാണ്. നെല്ലില് ഹിന്ദികളെ പാടിയതല്ല. ഇവൾക്ക് കട്ടിയുള്ളത് പറ്റില്ലല്ലോ. അപ്പൊ ആ തലക്ക് അങ്ങനെയൊന്നുമില്ല. ആളൊന്നും പറ്റി ഞാൻ ഇങ്ങനെ പിടിക്കാനായിട്ട് അത് പറ്റും. ആരോഗ്യമുണ്ട്. അത് കഴിഞ്ഞ ആരോഗ്യമുണ്ട്. ആരോഗ്യം ഡോക്ടർ വരും. ഹാർട്ടിന്റെ രോഗങ്ങൾ വരുന്നത്, വയറിന്റെ അസുഖങ്ങൾ വരുന്നത്, ലെൻസിന്റെ അസുഖങ്ങൾ, ഈ ബ്രെയിനിന്റെ കോശങ്ങള് ചത്തുപോണത്, അതിനെ ജീവിപ്പിക്കാൻ പറ്റാത്ത കോശങ്ങള് അങ്ങനത്തെ മെഡിസിനുണ്ട്. അത് പത്രോസ് വൈദ്യരുടെ ജീവനില് പത്രോസ് വൈദ്യരുടെ കണ്ടകൊളത്തി കണ്ടകൊളത്തിരില്ലേ, ആദ്യത്തെ റോസി ഡോക്ടറില്ലേ, റോസി ഡോക്ടർ, അവളുടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവളുടെ കാണാനില്ല. അതില്ലേ, റോസി മരിച്ചു. വയസ്സായിണ്ട്. പക്ഷെ അത് കാണാനില്ല. അപ്പൊ നേരെ അങ്ങനെ പോകും. അങ്ങനെ ഉച്ചയാവും. ആരോഗ്യം പിന്നെ രാഷ്ട്രീയം വയ്ക്കും. കുറച്ചത് അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഏത് എല്ലാം പറ്റും. ഞാൻ ഒന്ന് തന്നെ ഒന്നല്ല, എല്ലാം രാഷ്ട്രീയം വയ്ക്കും. അപ്പൊ രാഷ്ട്രീയത്തിന്റെ കുറെ പരിപാടിയൊക്കെ അറിയാം. അങ്ങനെയാണല്ല, അങ്ങനെ അപ്പൊ അങ്ങനെ ഉമ്മച്ചണ്ടിയിലും മറ്റേ ചണ്ടിയിലും മറ്റേ ചണ്ടിയിലും പോയി. രാഹുലിന്റെയും അവന്റെ വേഷം കിട്ടും. അപ്പൊ അവര് അതിന് നിൽക്കുന്നുണ്ട്. അത് അങ്ങനെ രാഹുലിന്റെയും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഇടയ്ക്ക് ഒരു സീരിയൽ എനിക്ക് അങ്ങനെ അത് പറയുമ്പോൾ ഒരു സീരിയൽ എന്ന് വെച്ചപ്പോ സന്തോഷായി. ചിലപ്പോ നല്ല ശ്രീധരൻ വെച്ചാൽ നല്ല അടിപൊളിയാ. ആ സീരിയലത്തെ ഒരു പെണ്ണുണ്ട്, അത് നമ്മുടെ മോളിയിലെ ഷൈനി റോസിലി പെൺകുട്ടിയുടെ നമ്മുടെ ഉണ്ണീരെ വീട്ടിൽ ആരോണിന്റെ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു ഒരു സീരിയൽ താരം. അപ്പൊ അതായത് നമ്മുടെ പ്രീതിയുടെ വീട്ടിലെ അവളുടെ ഇളയപ്പന്റെ വീട്ടിലേക്ക് ഇവര് അവിടെ ഇളയപ്പന്റെ വീടിന് അവിടുത്തെ പെരുന്നാൾ കഴിച്ചായിരുന്നു. അയാളാണ് ഇവരെ കൊണ്ടുവന്നത്. അയാളുടെ വീട്ടിലാണ് പാർത്തത് സീരിയൽ. അവളുടെ വീട് എവിടെയാ? പ്രീതിയുടെ വീട് അവിടെയാണല്ലോ. പോട്ടെ, ഇത് എങ്ങനെ ആവട്ടെ. അത് ചിന്തിക്കണ്ട. അപ്പൊ അവിടെ വീട്ടിലേക്ക് ഈ പെണ്ണ് വന്നു നടി. അവരുടെ വീട്ടിലല്ല, അവരുടെ ഇളയപ്പനെ നടത്തിപ്പോയിരുന്ന. അപ്പൊ അവരുടെ വീട്ടിലെടുത്ത് ഇളയപ്പന്റെ വീട്, ഇളയപ്പന്റെ വീട്ടിലാണ്. അപ്പൊ ഇവരൊക്കെ അങ്ങനെ മനസ്സിലാവുക. അവരാ പെരുന്നാൾ കഴിക്കുന്നത് പള്ളി പെരുന്നാൾ ആ ഒരു വീട്ടുകാരെ നടിഞ്ഞു പോകണം. ഇതൊന്നും കൊണ്ടുവന്നിട്ട് കഴിയുമോ? ഇതുപോലെ അവിടെ കഴിക്കുക. ഞാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് ചതക്കാനുള്ളത് നേരത്തെ തരാം. അരിയാനുള്ളത് പിന്നെ തന്ന പോലെ. അപ്പൊ ചുവന്നുള്ളി വേണ്ടേ, വെളുത്തുള്ളി വേണ്ടേ,
മോളെ ഉള്ളതും നീ വലിയ ഇതൊന്നും ഉണ്ടാക്കണ്ട. എന്നിട്ട് എന്നാടീനെ കൊണ്ടിട്ട് കൂടുന്നുണ്ട്, ഇതൊക്കെ എല്ലാ ഇനങ്ങളും കൂടുന്നുണ്ട്. ചോറും പുളി വെളുത്തുള്ളി നല്ല ലേശത്തെ വെള്ളം അത് കൊണ്ടുവന്നു. അപ്പൊ അത് വന്നിട്ട് നോക്കിയപ്പോ ഓളുട്ടൻ അത്ര വലിയ സുന്ദരനൊന്നല്ല, എന്നാലും നല്ല ഉണ്ണിയാ. ഓളുട്ടൻ എന്ന് പറഞ്ഞാല് പൗലോസുട്ടി. പൗലോസുട്ടി ഇപ്പോഴത്തെ കുടുംബത്തെ കാരണവര് ആൻഡുവിന്റെ മോൻ. പൗലോസുട്ടി. അപ്പൊ അപ്പാപ്പനാണ്, അപ്പാപ്പന് സകല ചേഷ്ടകൾ അതിന്റെ കയ്യിൽ. അതെ. അപ്പാപ്പനോട് ഇപ്പൊ ചോറിനാൻ വിളിക്കാൻ വരാന്ന് പറഞ്ഞല്ലേ, ചോറിനില്ലേ എവിടെ കാട്ടില്ല ആവാം ഇപ്പൊ വരാം. ഈ കുട്ടി നാവിട്ട് അപ്പാപ്പനും കണ്ടിട്ടില്ല, അപ്പാപ്പന്റെ ഭാഷയും അവിടെ ആരും പറയില്ല. കണ്ടിട്ടില്ല. ഈ കുട്ടി പറയാ, ഡാ നീ എപ്പോഴൊക്കെയാന്ന് വെച്ചണേ ആവാം പറഞ്ഞില്ലേ ആ ഭാഷ എന്നിട്ട് പറഞ്ഞില്ലേ ആവാം. എന്റെ പൊന്നെ ഇത് പൗലോസ് മാഷല്ല, ഇത് ആരുടത് പറഞ്ഞേ, എന്തുട്ടാ പറഞ്ഞേ, എന്തുട്ടാ അമ്മ പറയണേ, ഇത് പൗലോസ് മാഷ് എന്ന് പറയുന്നത് എന്റെ പാപ്പനെയാ പറയണേ. നിന്റെ പാപ്പ ഇങ്ങനെ പറയാ, ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടിട്ടില്ലേ, പക്ഷെ എന്തോ നിന്റെ അപ്പൊ നിന്റെ ഫോട്ടോ എപ്പോഴും പറയാം. അത് നോക്കിട്ട് എന്റെ പാപ്പ എന്നാ നോക്കി ചെറുക്കുക. അപ്പൊ പൂവ പറയുന്നു പോളിട്ട് പോയിട്ട് വരാട്ടാ, കുളിച്ചിട്ട് കൊടുത്ത് പോയിട്ട് ഒരിക്കൽ മുത്തി പോരണ. അപ്പൊ ഞാൻ മുത്താറില്ല, ഞാൻ പോരും. അപ്പൊ ആ കുട്ടി ഏറ്റു പോരുമ്പോ ഞാൻ കുരിശ് വരച്ച് പോന്നു. അപ്പൊ അടുത്ത പെണ്ണുങ്ങളെ അവിടെ കൂടി ഇവരൊക്കെ തൊട്ട് മുത്തുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ മുത്തിയിട്ട് പോരും, ഞാൻ മുത്താറില്ല. സ്ലാബ്. അപ്പൊ അങ്ങനെ വർത്താനം പറഞ്ഞു, അല്ല പ്രാർത്ഥിച്ചു. വിധാനപുത്രം പറഞ്ഞു പോന്നപ്പോ അവരും വിധാനപുത്രം പറഞ്ഞു പോരുമ്പോ അവന്റെ കയ്യിലത്തെ പൂവ് അവിടെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാപ്പ ഞാൻ പൂവിട്ടാ നീ വരാൻ അന്നേരം കൂടെ ഇട്ടാ എന്തെന്ന് ചോദിച്ചപ്പോ നീ അവിടെ വർത്താനം പറഞ്ഞ. ഞാൻ വെറുതെ അപ്പാപ്പ അവിടെ കിട്ടണില്ലേ പറഞ്ഞതാ. അവനറിയാലോ അറിയാലോ. അപ്പൊ അവിടെ കിട്ടുന്ന സ്ഥലം അറിയാം. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന് പറയാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിശേഷം കൂടി പോരുമ്പോ പാപ്പനോട് പറഞ്ഞു, ഞാൻ പോളിട്ടും പോകണട്ടാ ഇനി വരാം. കുട്ടിക്ക് തോന്നിയില്ല. അപ്പൊ അതിന്റേന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്നേഹമാണ്. അതിപ്പോ പൗലോസ പാപ്പന്റെ പേരവന്നിട്ട് പൗലോസാണ്. അപ്പൊ അവന് അത്ര സ്നേഹമായി. ഇപ്പൊ സ്നേഹം സ്കൂളിൽ പോയാലും എന്നെ നോക്കി നിന്നിട്ട് ചിരിക്കുക. അങ്ങനെ ഒരു കുട്ടി, ഒരു പേരക്കുട്ടികൾക്ക് അങ്ങനെ ഒരു അടുപ്പില്ല. അത് എന്താണോ അതിന് പേരിന്റെ പൈൻ്റെ മേത്ത് കൂടി കാര്യങ്ങൾ പറയണ്ടെങ്കിൽ അത് മാഷി പിടിച്ച് കുറച്ചിലുണ്ട്. അതിപ്പോ എങ്ങനെ ഈ കുട്ടി റോസ്ലിയുടെ ചെക്കൻ നീ പറഞ്ഞ തനി അപ്പാപ്പന്റെ മോഡലെന്ന്. അപ്പാപ്പന്റെ ഇങ്ങനെ വിഷമം പിടിച്ച കാര്യങ്ങളൊന്നും അപ്പൊ ഒരു ചെറുത്തില് ആ ചോർച്ചിലും തലമാർക്ക് ഇതിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുറെ പാരമ്പര്യത്തിൽ പെട്ടതാണ്. പിന്നെ പാരമ്പര്യം കിട്ടും കുട്ടികൾക്ക്, നിറായാലും സ്വഭാവമായാലും. വേറെ കുട്ടികളുടെയിലൊന്നും ഈ വേഷമില്ല, ഈ വിത്തങ്ങൾ രണ്ടെണ്ണം. അല്ല ഷൈനീര് കിടാങ്ങളൊക്കെ എന്തായാലും ഷൈനീര് കിടാങ്ങളിപ്പോ പെൺകുട്ടി ഒന്നില് രണ്ടാളും ഒരു ക്ലാസ്സിൽ പെണ്ണും ചേർക്കണം. പഠിക്കാൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോണ്ട് അല്ലേ. അറ്റങ്ങളിപ്പോ നോക്കാൻ നമുക്ക് നേരെ തള്ള ആസ്പത്രിയില ഒന്നിച്ചിട്ട് കൊണ്ടുപോയി കിടത്തിയിട്ട് മാസം ഒരു 2 മാസത്തിലൊക്കെ 2 മാസം ഒന്നല്ല ആസ്പത്രിയിൽ റൂം എടുത്തിട്ട് കിടത്തിയിട്ടുണ്ട്. ഒരു നേഴ്സായനെ നിർത്തിയിട്ടുണ്ടാവും. നിർത്തിക്കോട്ടെ, അല്ലാണ്ട് ഇവിടെ കൊണ്ട് പറ്റില്ല. ദിവസം ഉണ്ടെങ്കിൽ കാട്ടിക്കൂടാനില്ല. അവിടെ അടുത്തൊന്നും ഹോട്ടലുകളും കാര്യങ്ങളും ഇല്ല. വാർത്തത്തെ ഭക്ഷണം ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ നിന്ന് എന്റെ കുട്ടിക്ക് ചെയ്യണ കൂട്ടാൻ ചോറ് വെച്ച് മീന് ചോറ് വെച്ച് വരട്ടി വറുത്ത് പച്ചക്കറിയൊന്നും പറ്റില്ല. ഇറച്ചി മീന് മായിട്ട് വയറ്റിൽ ഇറങ്ങുള്ളൂ. പലഹാരം ചോറ് ഇറങ്ങുള്ളൂ ഒക്കെ ഇറങ്ങുള്ളൂ. അവിടെ ബേക്കറി വെച്ചാൽ അത് വയറ് കളിക്കാൻ അത്ര അതിനെ പറ്റില്ല. അത്ര പോയിട്ട് അപ്പൊ നേരെ നേരത്തിന് ഇവിടെ നോക്കി കൊണ്ടുപോകണ്ട ഉണ്ടാക്കി കൊണ്ടുപോകണം. 4 മണിക്ക് അതിന്റെ പണി നല്ല പണിയാണ്. അതിനെന്നും പണി പക്ഷെ എന്നാലിപ്പോ സമാധാനം ഉണ്ടല്ല. തള്ളക്ക് സന്തോഷായിട്ട് തള്ളക്കിപ്പോ മോളെ ഇഷ്ടായി. ഒക്കെ വെച്ചു ഒരാളും തിരിഞ്ഞോക്കണില്ലേ ഇപ്പൊ മുകളിൽ. അതെയാ പെൺകുട്ടികളൊന്നും കൊണ്ടുപോകണില്ലേ? ആര് ആസ്പത്രിയിൽ കൊണ്ട് കേൾക്കണം. ഇവളുടെ അടുത്തുള്ള ആസ്പത്രി കൊണ്ടുപോയി കിട്ടും. മോളുടെ മറ്റത് അപ്പടി മോള് താങ്ങലും പിടിക്കലും. അപ്പൊ അവർക്ക് വരിക കാണാൻ പോവാ. അപ്പൊ അവള് വയസ്സായില്ല
അതെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ക്ഷമാശീലം കൊടുത്തു നന്നായി. എന്നാലും തമ്പ്രാൻ ഞാൻ രണ്ട് മക്കളെ കിട്ടിയില്ല. അതെ അതൊരു പകസൂട്ടീനെ, പക്ഷെ അതിന് ജോർജ് കുട്ടീനെ വിളിക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമില്ല. ആയിക്കോട്ടെ. ചായ അപ്പവന ഓക്കെ. അവരുടെ ഇതിടാൻ അവരാഗ്രഹിക്കും. അതില് തെറ്റില്ല. നമുക്കും ഇവിടെ വലുത് നിന്റെ കൊണ്ടുണ്ടെങ്കിൽ വരുമ്പോഴും മാഷ് കിടക്കണ മാതിരി കിടന്നിരുന്നു. എല്ലാവരും പറഞ്ഞു പെറ്റിട്ടുങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് നമ്മള് ക്ലാസ്സിൽ പറഞ്ഞു ഇതും ഇവിടെ ചേട്ടൻ താൻ ശരിക്കും മാഷ് കിടന്നു പറഞ്ഞമാരെ ശരിക്ക് ചെറുപ്പത്തിലത്തെ ആ മാഷയുടെ ഗംഭീര മുഖം ആ അതിലേക്കാളും മുഖമൊക്കെ ഉയർന്നു നല്ല ശരിക്കും ചേട്ടനല്ലേ നല്ല പ്രായം വരുമ്പോ ചായ വരും. അങ്ങനെ ഒരു കുട്ടി അപ്പൊ എല്ലാവരും പറഞ്ഞു ചേട്ടനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് റോസ്ലിയും കാക്കയും ഒക്കെ നമ്മള് മോടിയും എല്ലാവരും പറഞ്ഞു ചായ. അങ്ങനെ പാട്ടിന് ഒരു മോശമൊന്നുമില്ല. അപ്പൊ എനിക്ക് സന്തോഷമാണ്. അവളുടെ വിഷമങ്ങളും ജോലിയുണ്ട്. അപ്പൊ ഞാൻ തമ്മിലോട് പറഞ്ഞു ജോലി ചെയ്യാതെ നീ കൊടുക്കണം, അവൾ എടുത്തോട്ടെ, എനിക്ക് സന്തോഷമാണെന്ന് ഞാൻ കൊടുക്കും. അതെന്നാലും കുടുംബത്തിൽ സമാധാനം ഉണ്ടല്ലോ. അവളെന്താ പറയണേ ഇപ്പൊ അവർക്കൊരു ജീവനാണ് എല്ലാം നടക്കും. അതല്ലേ ഏക്കർ തെങ്ങ് പറയുമ്പോ ഒരടിക്ക് അവിടെ എന്താ സെന്റിന് വിലാന്നറിയോ? ഒരു സെന്റിന് എന്താ വിലാന്നറിയോ? അവിടെ എവിടെ? അവിടെ നാട്ടില് അതിന്റെ അടുത്തൂടെ എന്നെ ചോർന്നിപ്പോ നീട്ടിയപ്പോ വരെ പറമ്പിന്റെ അടുത്തൂടെയാണ് പോണത്. അവിടുന്ന് ഇപ്പോ ഇവിടേക്ക് വരുന്ന അത്രയ്ക്ക് വഴിയില്ലാന്നുണ്ട്. ഇവർ പറമ്പിന്റെ വലിയ പറമ്പല്ലേ അവർക്ക് ഒക്കെ തിരിച്ചു കിട്ടിയ മുതൽ ചേട്ടന്മാർക്കുള്ള കൊടുത്തു. ഇവർക്കുള്ള തള്ള എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ. തള്ളക്ക് ഇപ്പൊ മാനസാന്തരായി. അത് ഇപ്പോഴേ വന്നിട്ടുള്ളൂ. സമ്മതിച്ചിട്ടായിരിക്കുന്നു വിചാരിക്കും. എങ്ങനെയാണെന്ന് മുഴുവൻ അറിയില്ല. മരിക്കുമ്പോൾ അറിയുള്ളൂ എനിക്ക് എങ്ങനെയൊക്കെയാണ്. എന്തായാലും മോശം വരില്ല എന്നാണ് അഭിപ്രായം. നിക്കണത് തള്ളിക്ക് സ്നേഹമായതുകൊണ്ട് തള്ളക്ക് പ്രശ്നം. ഇപ്പൊ കുട്ടികളെ എപ്പോഴും കാണണം. കുട്ടിയോട് പറഞ്ഞ അമ്മാമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറയാം. ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളിപ്പോ പോകാൻ നിൽക്കുന്ന അമ്മാമരെ എത്തിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തേ മണി 10:45 10:45 11 മണിയാകുമ്പോ കിട്ടണം. 11 മണിയാകുമ്പോ കിട്ടണം. കബഡിമാരമാരി ഞങ്ങൾക്ക് കഷ്ടമെന്റെ കാര്യം. എവിടേക്ക് പോയാലും വെള്ളം തിളപ്പിച്ചു കൊണ്ടുപോകും. അതെ കൂടെ ഇരുന്നാ എനിക്കിപ്പോ ഒരു ആശ്വാസമായി. കിടാങ്ങളെ കിട്ടിയില്ലോ. അതോ അവന്റെ വലിയ വീട്ടിലൊന്നല്ല കുട്ടികൾക്കാണ് കൊടുക്കണേ. കുട്ടികളുടെ
കുട്ടികൾക്ക് എന്റെ കുട്ടികൾക്ക് എന്നാണ് കേട്ടത് എന്നാണ് കേട്ടത്. ഇതൊന്നും മോള് പറയണ്ട ഇവിടെ നിങ്ങളുടെ നെയ്യേക്ക് നിങ്ങളുടെ നെയ്യേക്ക് അമ്മോട് പറഞ്ഞിട്ട് അതെ ആരോടും പറയണ്ട ആരോടും പറയണ്ട. കയ്യിൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അത് തള്ള മരിച്ചാലേ ഉറപ്പാവുള്ളൂ. അത് ഇതിനെ ഇടയ്ക്കങ്ങനെ വല്ല സൂചന ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. അതന്നെ ഒന്നും പറയണ്ട നിന്റെ ഉള്ളിൽ കിടന്നാൽ മതി. അപ്പൊ മോനെ മോൻ പറഞ്ഞു എന്റെ പേർക്കൊന്നും വേണ്ട, എഴുതി വെച്ചിട്ടുണ്ടാവും, വീടൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എഴുതി വെച്ചിട്ടുണ്ടാവും. അവർക്ക് കുറെ സ്ഥലം ഉണ്ടല്ലേ? അത് കണ്ടിട്ടല്ലേ നടത്തിയത്. അല്ലെങ്കിൽ വല്ല ജോലിക്കാരെ വല്ല എഞ്ചിനീയർമാരെ വല്ലവർക്ക് മതി എന്നിട്ട് ജോസ്കും പറഞ്ഞ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ അപ്പൻ പിന്നെ നമ്മുടെ കയ്യിൽ അന്ന് ഒന്നും ഇല്ല. അതില്ലെങ്കിലും ജോസ്പ് എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യാൻ കാക്ക് എന്താണ്. അപ്പൊ വയസ്സ് 10-25 അന്നൊക്കെ 19 വയസ്സ് 20 വയസ്സാണ് കല്യാണം കഴിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ. അത് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുമ്പോഴേക്കും ആൾക്കാർക്ക് വിളിച്ചു തുടങ്ങും. അതാണ് ബുദ്ധിമുട്ടായി തുടങ്ങി. 10-23 വയസ്സായപ്പോഴത്തേക്കും ലെവലായി തുടങ്ങി. 23 ഇതിൽ കല്യാണം കഴിച്ചു. അപ്പൊ അപ്പം പറഞ്ഞു ഈ ഒരു കാര്യം വന്നപ്പോൾ അപ്പം പറഞ്ഞു അതേ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുമില്ലാത്തതാ കുഞ്ഞ് അവസാനത്തേക്ക് വരിക. ഇപ്പോൾ 23 വയസ്സായി. ഇത് നല്ല തറവാട്, നല്ല കൂട്ടുകെട്ട്, ബന്ധങ്ങളൊക്കെ ഉള്ള നാത്തുമാരൊക്കെ ആ ചേട്ടനൊക്കെ കോടികളെ അവിടുത്തെ പെൺകുട്ടികൾക്ക് സ്ത്രീധനം അത്ര ഗംഭീരം പാർട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജോലിക്കാരും സുന്ദര വിദ്യകളും. ഒരെണ്ണത്തിൻ്റെ കല്യാണം എന്തായിരുന്നു ലക്ഷങ്ങൾ കൊടുത്തിട്ട് സിനിമക്കാരായിട്ട് ഡാൻസ് കാണുന്ന രാത്രി. അത് മോളുടെ കുട്ടിയോട് മോൻ്റെ കുട്ടിയിലെ മോൻ്റെ മോൻ പഠിക്കുന്നു. ഭയങ്കര ഭയങ്കരമാണ് കല്യാണം. ഭയങ്കര കല്യാണം. തൃശ്ശൂർ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ കാണണ്ടേ കല്യാണത്തിന് ഞാൻ പോയിട്ടായിരുന്നു. അവർ വന്ന് വിളിച്ചു ഞങ്ങളെ. ഞാനൊക്കെ പോയിട്ടായിരുന്നു. മോന്റെ മോളുടെ കല്യാണം, മോന്റെ കല്യാണത്തിനും മോന്റെ മോളുടെ കല്യാണത്തിനും പോയിട്ട്. മോൾക്കാണ് കോടികൾ കൊടുത്തത്. 2 കോടി. 2 കോടി കൊടുത്തു. 1 കോടിക്ക് സ്വർണം, 1 കോടിക്ക്. അല്ല അവർക്ക് എന്തുട്ടാ അവിടെ ഈ മോളുടെ വീട്ടിൽ അത്രയും ഉണ്ടാവും ബിസിനസ് ആവും. ദുബായിലാണ് ജോലി ആ ചക്കനെ. ഭയങ്കര കാശാ. അവനാണ് തോമസ്, അനിയൻ തോമസിനെ കൊണ്ടുപോയിട്ടായിരുന്നു ഇവനെ കൊണ്ടുപോയത്. എന്നിട്ട് അമ്മയുടെ അപ്പൻ്റെ താരി ഇല്ലാണ്ടായിപ്പോ ഇവനങ്ങോട്ട് വിട്ടു. അപ്പൊ ഇവ എന്ത് വിചാരിച്ചു, ഇവിടെ നിന്നാലപ്പോ ചേട്ടന്മാര് നോക്കിയോളും എന്നെ എന്ന്. അപ്പൊ അന്ന് ചേർത്തണവൻ അതെ കൊള്ളേ 10-25 മക്കളും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല 10-25 വയസ്സുള്ളപ്പോഴാണ് കൊണ്ടുപോയത് കല്യാണത്തിന് മുമ്പ്. അത് ശരി. കല്യാണത്തിന് അവസരത്തിലായപ്പോൾ തന്തയ്ക്ക് വയ്യാണ്ടായപ്പോൾ കൊണ്ടുവന്നത്. അപ്പൊ നീ പോകാൻ ഇവിടെ നിൽക്കട്ടെ, അപ്പനും അമ്മയും തനിച്ചല്ലോ ഉള്ളു, ആരും ഇല്ലാണ്ട്. ചേട്ടന്മാരിവിടെ നിർത്തിയിട്ട് പോയി. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നാ എനിക്ക് ജോലിയിലുണ്ട്, ഇപ്പൊ കല്യാണം ആലോചിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതില്ലടാ, അത് അതിനുള്ളൊക്കെ ശരിയാക്കി തരണ്ടേ. ആര് പറഞ്ഞു? ദുബായ് ചേട്ടൻ, ദുബായിക്കാരൻ. അപ്പൊ അത് വിശേഷം അവിടെ നിന്നു. പിന്നെ അവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് പോയി എന്റെ കയ്യിൽ നിന്ന് പോയി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നിട്ട് പിന്നെ അവരെന്നെ പറഞ്ഞു വെള്ള സ്വഭാവം കാര്യങ്ങളും കണ്ടപ്പോ ടൈം കൊടുക്കാം. അവരെന്നാ പറഞ്ഞു അത് വെള്ള സ്വഭാവം കണ്ടിട്ട് തള്ളേനെ പാവൂൾ. പക്ഷെ അതിന് പറയുന്നത് അറിയാം, നടക്കണവരെ കിടക്കണവരെ നോക്കാം, കിടക്കണവരെ പോവാനുള്ള വഴി നോക്കാം. ആ കുട്ടിയുടെ ചിന്ത റോസ്ലിയും പറയാത്. നടക്കണവരെ റോസ്ലിയുടെ കഴിഞ്ഞ അവനെ വഴി എനിക്ക് നടക്കണവരെ കിടക്കണവരെ നോക്കാം, കിടക്കണവരെ പോണ വഴിയിൽ നല്ല വഴി എത്താൻ പ്രാർത്ഥിക്കുക. തമ്പ്രാന്റെ അവിടേക്ക് അപ്പൊ അവളെ എനിക്ക് ഇത് റീൽസിത് നല്ല ഉള്ളി മോളേന്ന്. അത് ആരും പറഞ്ഞു തന്നെ, അമ്മയുടെ മൂത്ത മോളോട് ചോദിക്കും. നല്ലൊരു ആശയം കിട്ടിട്ടാ. അപ്പൊ അത് നോക്കിട്ടാ ഞാൻ നടക്കുന്നത്. കണ്ട് എന്തായാലും നന്നായി. അങ്ങനെ ഒരു ബോധം ഉണ്ടല്ലോ. ആവതുള്ളൊരു കൊണ്ടോളെ കുട്ടിയോര് മേടിച്ചോളെ. അമ്മയ്ക്കും അല്ല അമ്മയും കുറവായിരിക്കും, അമ്മയ്ക്കും കിട്ടിയത് അല്ലായൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഈ ബോധലിൽ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കൊണ്ടുപോയി നടന്നിട്ടാ എനിക്ക് ഇത്രയും തമ്പരാൻ തന്നത് എത്തിച്ചത് അമ്മയുടെ പവറല്ല. അപ്പൊ
നോക്കിക്കോ നല്ലത് ചെയ്താ നല്ലതൊരു ജീവിതനോക സിനിമയിലൊരു പാട്ട് പണ്ടത്തെ കണ്ടിട്ടില്ലേ? ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജീവിതനാവ് കണ്ടാലും മതിയാവില്ല. നവക കാണാൻ പോവാൻ 2 പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ മോശമുള്ളതില്ല ഇന്നത്തെ പോലത്തെ ഒക്കെ നല്ല സിനിമകളാണ് പണ്ടത്തെ. അപ്പൊ മോറലായിരുന്നു. അതെ അതെ. അപ്പൊ അന്നത്തെ ആ സിനിമ ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്നറിയാം, ഞാനും ഇളയമ്മയും ഒക്കെ കൂടി ആദ്യം അമ്മായിയോളും ചേച്ചിയോളും ഞാനൊക്കെ കൂടി പോയി കണ്ടു. പിന്നെ കുഞ്ഞന്മാരിയൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞന്മാരി എന്നിട്ട് അമ്മാമിക്ക് പോണം. അപ്പൊ ഇളയപ്പനും ഇളയമ്മയും പിന്നെ ജീവനാവുക വലിയ അപ്പൊ ഇളയമ്മയും ഇളയപ്പനും കുറച്ച് സാറിലെനിക്ക് വലിയ ഇഷ്ടമാണ്. സാറിലമ്മ ചെറുത്താരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇളയമ്മേനെ എന്റെ അമ്മേനെ അപ്പൊ പുറപ്പെടുവിച്ചു. അവരൊക്കെ പുറപ്പെടുത്ത് നോക്കിയപ്പോ കൊച്ചമ്മായി കുഞ്ഞന്മായി എന്നാ ഞങ്ങൾ നിങ്ങൾ 1 പ്രാവശ്യം കണ്ടില്ല, 1 പ്രാവശ്യം കാണാൻ തോന്നുന്നു. അങ്ങനെ കണ്ടിട്ട് അവരൊക്കെ പുറപ്പെട്ടു നോക്കിയപ്പോ ഞാൻ പറഞ്ഞ ഇളയമ്മ ഞാനും പോരട്ടെ അയ്യോ പോകൂടാണ്. പറഞ്ഞു ഞാൻ 2 വിട്ടിട്ട് കാശ് 2 കാലാണ് കണ്ടു. പറമ്പ് നമുക്ക് നമ്മുടെ പറമ്പിൽ ഞങ്ങളുടെ ഇരിക്കുന്ന പറമ്പിൽ തെങ്ങെല്ലാം കശുമാവണം. പിന്നെയല്ല അമ്മ തെങ്ങ് വെച്ചതാണ് കശുമാവ് വെട്ടിയിട്ട്. അപ്പൊ ആ കശുമാവ് അതൊക്കെ വിട്ടിട്ടാണ് കാശ് അന്ന് കുറെ കാശ് കൊടുക്കാനിട്ടുണ്ടാവും. അപ്പൊ അതിന് കുരുമുളക് വറുക്കാൻ കുരുമുളക് ഞങ്ങളുടെ അവിടെ എന്തോറാ നമ്മുടെ ഇരിക്കുന്ന പറമ്പിൽ തന്നെ എന്തോറുണ്ടാവുക. അപ്പൊ അതിന്റെ ഒക്കെ കാശുണ്ട്. അങ്ങനെ പിന്നെ ഒരണക്ക് 1 കിലോ ചാള കിട്ടും. 3/4 ഒരണക്കൊക്കെ. എന്താ അന്നത്തെ കാശിന് അത്ര ഡിമാൻഡാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് 3 പ്രാവശ്യം ഞാൻ പോയി കണ്ടു. അമ്മമ്മേടെ ഇളമോളുടെയും കൂടെ പോയി കണ്ടു. അമ്മയുടെ കൂടെ പോയി. പിന്നെ 1 പ്രാവശ്യം കൂടി ഞാൻ പോയി കണ്ടു. 3 പ്രാവശ്യം. എന്നിട്ട് നല്ല സിനിമ. ഈ ഇപ്പോഴത്തെ സ്നേഹവും കാര്യങ്ങളും ചെറിയ ആനത്തലയോളല്ലേ എന്നോട് ഞാനന്ന് 5ലാ പഠിക്കണേ. എന്നോട് കളിക്കാൻ അഗസ്തി ചേട്ടൻ എന്റെ പിന്നിൽ നിന്നിട്ട് അഗസ്തീൻ കാട്ടു മൂപ്പരാണ് എന്റെ പിന്നിൽ നിന്നിട്ട് ഉടുക്ക് കൊട്ടിയത് പാപ്പനായിട്ട്. അപ്പൊ ആ ഡാൻസ് പാട്ടും കളിച്ചത്. അപ്പൊ എന്നിട്ട് അന്ന് KU വേലായുധനായിരുന്നു അധ്യക്ഷൻ. അത് മന്ത്രി അയാളെ എന്റെ കഴുത്തിൽ അയാളുടെ വാലോരി എന്റെ കഴുത്തിലിട്ടു സമ്മാനായിട്ട്. നീ നല്ല ഉണ്ടല്ലേ? ചെറുതല്ലേ? 5ലോ 6ലോ ചെറുതാണ്. എന്നാലും നല്ല തടിന്റെ നിറവുണ്ട് ഉണ്ട്. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് സിനിമയിൽ കളിച്ചത്. അന്ന് അയാൾ മാറിയിട്ടത് എനിക്ക് ഓർമ്മയിലുണ്ട്. എനിക്ക് നല്ല സന്തോഷം തോന്നിയാണ്. സമ്മാനം കിട്ടി. ഇത്രയും ഇതായിട്ട് ബഹുമാനിച്ചില്ല. അന്ന് തന്തപ്പൊടി ഇതിനെ കൊട്ടാൻ നിന്നായിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. അവനൊക്കെ മരിച്ചു ചേട്ടനൊക്കെ മരിച്ചില്ല. പെണ്ണ് മരിച്ചു അറിയില്ല. അപ്പൊ അങ്ങനത്തെ ചരിത്രം അറിയില്ല. അപ്പൊ അങ്ങനെയൊന്ന് പറയണേ. അപ്പൊ അതിലുണ്ട് നന്മകൾ ചെയ്താൽ നന്മകൾ വന്നു ഉണ്ടാവുമല്ലോ പാരിൽ നല്ലത് വരും. അതാ സിനിമ അവസാനിക്കുമ്പോഴത്തെ പാട്ടാണ്. അപ്പൊ നന്മകൾ ചെയ്താല് നന്മകൾ വരും എന്ന് നല്ലത്. അതെ. അപ്പൊ അങ്ങനത്തെ അതുപോലെ അപ്പൊ ഞാൻ മൂല്യങ്ങളുള്ള പണ്ടത്തെ. അപ്പൊ ഇപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് പാടും നന്മകൾ ചെയ്താൽ നന്മകൾ വരും. ശരി, നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതകാലത്ത് തന്നെ വരും തരും. ജോലിക്ക് പോകുന്ന സമാധാനം ഒരു പെണ്ണിനെ കിട്ടിയില്ല. അന്ന് എന്തോരം പ്രാർത്ഥിച്ചിട്ട് കിട്ടാണ്ട് നിന്ന്. ഓരോരുത്തർക്കും ഓരോന്ന് തലയിൽ വച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ആ സമയം എപ്പോഴും കിട്ടിയുണ്ടോ? എന്റെ ജസ്റ്റിന് ഞാൻ സ്ഥലത്തേക്ക് അന്ന് ആരുമില്ല. നീ പറയതേ ചേച്ചി പ്രാർത്ഥിച്ചോളെ ഞാൻ പോട്ടെ. എത്ര സ്ഥലത്തേക്ക് തെണ്ടി നടന്നിട്ടണ. പിന്നെ കിട്ടിയത് നന്നായി. അതിനെ ഞാൻ ഒരിക്കൽ ഈ
മാട്രിമോണിയം ഇതുണ്ടല്ലോ അതില് കേരള മാട്രിമോണിയത്തില് ഞാൻ ഒരിക്കൽ പോയി നോക്കി അവിടെ അന്ന് പിന്നെ മനോരമേരയിൽ പോകും പിന്നെ ഇവിടെ എന്തോരം തെണ്ടി നടന്നു അവിടെയൊക്കെ നടന്നിട്ട് നോക്കുമ്പോ എനിക്ക് മനസ്സിൽ പിടിച്ച ഒരെണ്ണത്തിനെ കൊണ്ട് കാണുന്നില്ല ഈ ഫോട്ടോകൾ കാണുമ്പോ നമ്മുടെ അത് വേണ്ട അത് വേണ്ട അപ്പൊ അവര് പറയാൻ നമുക്ക് നിശ്ചയിച്ചത് ഈ കുട്ടീനെ ഫോട്ടോത്തില് ഞാൻ ഒരിക്കൽ കണ്ടു ഒരിക്കൽ കണ്ടിട്ട് നോക്കിയപ്പോ ഞാൻ ഒരു എന്താണോ അത് വേണ്ടാന്ന് തോന്നുന്നു കണ്ടാ കുഴപ്പമില്ല ഉള്ളിൽ പറയുന്നത് കണ്ടാ കുഴപ്പമില്ല പക്ഷെ എന്താണാവാ എനിക്ക് പറ്റിയില്ല ഒരു ചെറിയ തട്ടിപ്പിൽ പറ്റും എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങനെ പാടത്തിലെന്നെയാണ് എല്ലാവർക്കും നിന്ന് നടക്കുന്നതും കാണുന്നതൊക്കെ പറയും എന്തോരം സ്ഥലത്ത് പോയില്ലേ അതിന് കുറെ നടന്നു എത്തോട്ട് കാശ ചെലവാക്കി അങ്ങനെ പൊന്നെ എന്റെ കുട്ടി ചെലവാക്ക തന്നെയല്ല പിന്നെ അവസാനം പറഞ്ഞു വേറെ ഒന്നും വേണ്ട ഒരു കുട്ടീനെ നല്ല പറയുമ്പോ അവന് നല്ല ജോലി അല്ലപ്പോ അവനെ കാണാൻ ഇതിനെ എത്രയോ കൊല്ലം മുമ്പ് നടക്കേണ്ട കാര്യമാണ് ഈ കാര്യം അപ്പൊ ആയിട്ടുള്ളോ എന്നിട്ട് അവളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഈ പഠിച്ചിട്ടുണ്ട് MBA അത് പഠിപ്പിക്കാനായിട്ട് അതിനെ ചാലക്കുടിക്ക് കൊണ്ടുപോയി അപ്പൊ അതിന് പഠിപ്പിക്കാൻ കൊണ്ടുപോയി നിർത്തി ഇവര് അപ്പൊ അത് ബ്രോക്കർ കൊണ്ടുവന്നു കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇഞ്ചി അരിഞ്ഞിണ്ടാ ഇഞ്ചി അല്ല ഉള്ളിയ ഞാൻ അരിഞ്ഞില്ല ഇഞ്ചി ഇത്തിരി ഇഞ്ചി നിങ്ങളുണ്ടായില്ല എത്ര കൊണ്ട് അത് ഇഞ്ചി അരിഞ്ഞ് കഴിയും വിഷമങ്ങളൊരു ഉള്ളിന് വേണ്ട വേണ്ട സമയം വരെ കാത്തുനിന്ന് ചിലർക്ക് വേഗമാവും തോമസിന് വേഗമായി ഇതാന്ന് പറയുമ്പോഴേക്ക് അറിയാവും അധികം നടന്നില്ല അതെ ശരിയായി അത് നടക്കുന്നുണ്ട് ഇവിടെ അരിച്ചിലും നാവിനും പണി കൊടുക്കണ്ടാവും പണിയും കയ്യൊക്കെ ഒരു നന്നായി ഞാൻ വെറുതെ ഇരിക്കല്ലേ കഴിഞ്ഞ വിളിക്കാത്താനല്ലേ അതിലേക്ക് ഉള്ളി അരിഞ്ഞുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറയണ്ടേ ഇത് മതിയാ മതി കേട്ടെ അതപ്പുള്ളി പച്ചമുളക് അരിയല്ലേ അതിലെ പച്ചമുളക് കുറെ അധികമുണ്ട് ഇതൊക്കെ നീ ഇടാറില്ല അല്ലേ നീ അവിടെ വരുമ്പോ ഒന്നും കണ്ടിട്ടില്ലേ മറ്റത്തില് അല്ല മറ്റത്തിലല്ല ചൂണ്ടല്ലേ പിന്നെ ചൂണ്ടല് തന്നെയല്ല നിന്റെ ജോലിക്ക് വന്നിട്ടുണ്ട് വർഗീസിന്റെ പട്ടക്കുന്നുണ്ട് അത്ര പട്ടം പോലെ 12 കൊല്ലം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ശരി കല്ല് തൊട്ടക്കല്ല മറ്റത് ഇതാ നിന്റെ പട്ടികല്ലേ ഇത് ഫോട്ടോക്കുണ്ട് ഈ റോസിന്റെ കല്യാണം കഴിയുമ്പോ അത്ര വീട്ടിലത് 3.5 പവനാ അത് രസമായിരുന്നു കാണാനായിട്ട് അതിന്റെ അത് പിന്നെ വയസ്സാകുമ്പോ അതൊന്ന് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ചതാണ് ഇങ്ങനെയൊക്കെ ആക്കി ഇത് 4 ഉണ്ട് 2 എടുത്തിട്ടുള്ളൂ ഞാൻ കല്യാണത്തിന് പോകുമ്പോ അപ്പൊ ഇട്ടാൽ മതി ഇപ്പൊ അതൊക്കെ ഓരോന്ന് മതി എന്നാലും കടൊക്കെ വീടില്ല അന്നാ പറമ്പ് ചിലപ്പോ ചിന്തിക്കേ ആ പറമ്പ് വിട്ടുപോകാന് നമ്മളെന്തോരം കിണഞ്ഞ് ശ്രമിച്ചു ആ വീടും പറമ്പ് അന്ന് 18 ലക്ഷേ ഇപ്പൊ 18 കോടി കിട്ടും അപ്പൊ തമ്പുരാൻ നമ്മുടെ നന്മയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ അന്ന് എനിക്ക് വിറ്റുപോയില്ലേ കാര്യം കട തീർക്കാന്നുണ്ടെങ്കിലും പിന്നെ ഒന്നുമില്ല കയ്യിലേ പിന്നീട് ആ പറമ്പ് അത് ആൻഡു തോമാസിന് പെരപണിയാന്ന് പറഞ്ഞിട്ട് ആ പോയ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം 5 ആൾക്ക് കൊടുത്തു ആ ചേട്ടൻ മരിക്കുമ്പോ അതിന് പെൺകുട്ടികളൊന്നും ഇല്ല വന്നില്ലേ കൊടുത്തില്ല അത് എല്ലാവർക്കും 5 അതിലൊരു വീതം ഞങ്ങൾക്ക് തന്നാണത് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാവരും അങ്ങോരുടെ വീതത്തില് അപ്പന്റെ വീതം ഞങ്ങൾക്ക് തന്നതാണ് പിന്നീട് അപ്പൊ ഞങ്ങളുടെ അപ്പൻ്റെ മുതലാ അത് മാത്രം അപ്പൊ അത് റോസിന്റെ കല്യാണത്തിന്റെ സമയത്താണ് അതിന്റെ ആവശ്യം വന്നില്ല കല്യാണത്തിനൊക്കെ അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു സ്ത്രീധനം കൊടുക്കാനോ കാശിനൊക്കെ ഞങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്നു കിട്ടിയതൊക്കെ നല്ലതായി അതാന്നിട്ട് ഞങ്ങൾ കൊടുത്തത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നേരെ അമ്പലമാണ് അതെ അത് വേണ്ട അത് കയ്യിലിരുന്ന ശരിയാവില്ല അപ്പൊ തോന്നി എന്നിട്ട് അത് കൊടുത്തു അത് കിട്ടിയതിലൊക്കെ ഒരു ചെലവം കഷ്ണം ചെറിച്ചു അത് പോട്ടെ അവിടെ ചെറുതല്ലേ അത് അമ്പലവും കൊമ്പലൊക്കെ ഉള്ളത് നല്ലതല്ല അപ്പൊ പിന്നെ അതിലല്ല അതിന്റെ
തേർവാഴ്ച ഒരു അമ്പലം അതിന്റെ തേർവാഴ്ച അതിലൊക്കെ വെച്ചാൽ കൊണ്ടായിക്കോടെ ഇതിനൊക്കെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഞാൻ തോമാസിന് പേര് വെക്കാന്ന് വിചാരിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്ന. അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് ചെയ്യും. തോമാസും വരാണ്ടെങ്കിൽ ഇവിടെ പള്ളികളുടെ ആര് നല്ല ആരാധന പാലയ്യ നീ കൊണ്ടുപോയില്ലേ? ഇവിടെ ഇരിക്കണ ഇഞ്ചി കൂടി ആവാല. തോമാസിന് ഇപ്പൊ മാതാവിന്റെ പള്ളിയുടെ അടുത്ത് തന്നെയല്ലേ വീട് പണിതിരിക്കണേ അല്ലെ? തോമാസല്ല തോമാസ് മുണ്ടൂര്. മുണ്ടൂര് അവന്റെ കാശ് അത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അവന് വീട്ടിൽ അവന് കൊടുക്കണം. കാശ് സ്ഥലം കുറച്ച് വിൽക്കാണ്ടൊക്കെ ഉണ്ടല്ലോ മേടിക്കാൻ വീട്ടിന്റെ കാശ് അവന്റെ വീതം കൊടുക്കാണ്ട്. അവന്റെ വീതം ജോസഫിന്റെ വീതം ജസ്റ്റിന്റെ വീതം എല്ലാ മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാഷ് പോകുമ്പോ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഞാൻ കൊടുത്തോണ്ട് ഏറ്റിറക്ക് പോലെ നീ ചെയ്തോ. അതായത് കൂട്ടത്തിൽ നീ അമ്മയല്ലേ അപ്പൊ നീ